പൗലോസ് കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനങ്ങൾ. ആമുഖം. ഗ്രീസിലെ ഒരു പ്രമുഖ പട്ടണമായിരുന്നു കൊറിന്തോസ്. കൊറിന്തോസിലെ ക്രിസ്ത്യാനികളിൽ നല്ലൊരു ഭാഗം താഴ്ന്ന വർഗക്കാരിൽ നിന്നും 1 കൊറിന്തോസ് 1:26 മുതൽ 29. മറ്റുള്ളവർ യഹൂദരിൽ നിന്നും മനസ്സ് തിരിഞ്ഞവരായിരുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 18:4-5, 1 കൊറിന്തോസ് 1:10 മുതൽ 16. പ്രവചനവരം, വിവിധ ഭാഷകൾ സംസാരിക്കുന്നതിനുള്ള കഴിവ് മുതലായ നിരവധി ദാനങ്ങളാൽ അനുഗ്രഹീതരായിരുന്നു അവരിൽ പലരും. 1 കൊറിന്തോസ് 12, 1 മുതൽ 11, 27 മുതൽ 31, 14, 26 മുതൽ 40. എന്നാൽ സാൻമാർഗിക നിയമങ്ങൾ സംബന്ധിച്ച വിജ്ഞാനം അവർക്ക് കുറവായിരുന്നു. പൗലോസ് തൻ്റെ 2ാം പ്രേക്ഷിത യാത്രയിലാണ് കൊറിന്തോസ് സന്ദർശിച്ചത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 18:1. തദവസരത്തിൽ പ്രിസ്കില്ല, തീത്തോസ്, ക്രിസ്പോസ് മുതലായ പ്രഗത്ഭരെ ശിഷ്യപ്പെടുത്തുകയും അനേകരെ മാനസാന്തരപ്പെടുത്തുകയും ചെയ്തു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 18:7 മുതൽ 11, 1 കൊറിന്തോസ് 1:14. കൊറിന്തോസുകാർക്കുള്ള 2 ലേഖനങ്ങളും പൗലോസ് തൻ്റെ 3ാമത്തെ പ്രേക്ഷിതയാത്രയിൽ എഴുതിയതാണ്. AD 57 ആരംഭത്തിൽ 1ാം ലേഖനവും അവസാനത്തിൽ 2ാം ലേഖനവും എഴുതിയതായി കണക്കാക്കപ്പെടുന്നു. 1ാം ലേഖനം എഫെസസിൽ വെച്ചും 2ാമത്തേത് മക്കെദോനിയയിലെ ഫിലിപ്പിയിൽ വെച്ചുമാണ് എഴുതിയത്. ഇവയ്ക്കു പുറമെ വേറെ 2 ലേഖനങ്ങൾ കൂടി അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് അയച്ചതായി സൂചനകളുണ്ട്. 1 കൊറിന്തോസ് 5:9, 2 കൊറിന്തോസ് 2:4. കൊറിന്തോസുകാർ പൗലോസിനോട് എഴുതിച്ചോദിച്ച കാര്യങ്ങൾ, അവരെപ്പറ്റി ലഭിച്ച വിവരങ്ങൾ എന്നിവയാണ് ഈ ലേഖനം എഴുതാൻ അപ്പോസ്തലനെ പ്രേരിപ്പിച്ചത്. 1:10 മുതൽ 6:20 വരെയുള്ള ഭാഗം ക്ലോയെയുടെ വീട്ടുകാരിൽ നിന്ന് 1 കൊറിന്തോസ് 1:11 ലഭിച്ച വിവരങ്ങളെ ആസ്പദമാക്കി എഴുതിയതാണ്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ലൗകിക വിജ്ഞാനമല്ലെന്നും സാൻമാർഗിക ജീവിതത്തിലും പരസ്നേഹ പ്രവൃത്തികളിലും കൊറിന്തോസുകാർ അഭിവൃദ്ധി പ്രാപിച്ചിട്ടില്ലെന്നും അപ്പോസ്തലൻ സ്ഥാപിക്കുന്നു. കൊറിന്തോസുകാരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് 7:1 മുതൽ 11:1 വരെ. ബ്രഹ്മചര്യം, വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ബലിവസ്തു എന്നിവ ഇവിടെ പരാമർശിക്കപ്പെടുന്നു. കൊറിന്തോസിൽ നിന്ന് എഴുത്ത് കൊണ്ടുവന്നവർ നേരിട്ട് നൽകിയ വിവരങ്ങളെ ആസ്പദമാക്കി എഴുതിയതാണ് ബാക്കി ഭാഗം. 1 കൊറിന്തോസ് 11, 2 മുതൽ 16, 18. വിശുദ്ധ കുർബാനയുൾപ്പെടെ ആരാധനാ സംബന്ധമായ ക്രമങ്ങളും ദാനങ്ങളുടെ സ്വഭാവവും പരസ്നേഹത്തിൻ്റെ മേന്മയും ഉയിർപ്പിൻ്റെ മാഹാത്മ്യവുമെല്ലാം ഈ അധ്യായങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ആദ്യ ലേഖനം കൊറിന്തോസുകാരുടെ ഇടയിൽ കൂടുതൽ അസ്വസ്ഥത ജനിപ്പിച്ചു. ഇതറിഞ്ഞ അപ്പോസ്തലൻ വളരെയധികം ദുഃഖിക്കുകയും അവരെ നേരിട്ട് സന്ദർശിക്കുകയും ചെയ്തു. 2 കൊറിന്തോസ് 1:23, 2, 1, 12, 14, 13, 1 മുതൽ 2. അതുകൊണ്ടും ഫലമുണ്ടാകാതെ പൗലോസ് എഫെസോസിലേക്ക് മടങ്ങുകയും കണ്ണുനീരോടു കൂടെ ഒരെഴുത്ത് അവർക്ക് അയക്കുകയും ചെയ്തു. 2 കൊറിന്തോസ് 2:4. അതാണ് നേരത്തെ സൂചിപ്പിച്ച 2 എഴുത്തുകളിൽ ഒന്ന്. കൊറിന്തോസുകാരെ സമാധാനിപ്പിക്കാൻ തീത്തോസിനെ പൗലോസ് അങ്ങോട്ടയച്ചു. അതിനുശേഷം അപ്പോസ്തലൻ എഫെസോസിൽ നിന്ന് മക്കെദോനിയയിലേക്ക് പുറപ്പെട്ടു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20:1. പൗലോസ് ഫിലിപ്പിയിലായിരിക്കുമ്പോൾ തീത്തോസ് കൊറിന്തോസിൽ നിന്ന് ആശ്വാസജനകമായ സന്ദേശവുമായി അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി. അപ്പോഴാണ് കൊറിന്തോസുകാർക്കുള്ള 2ാമത്തെ ലേഖനം എഴുതിയത്. സുവിശേഷ പ്രവർത്തനത്തെയും അപ്പോസ്തലൻ്റെ വ്യക്തിപരമായ ജീവിതത്തെയും ന്യായീകരിച്ച് കാണിക്കുകയാണ് ഈ ലേഖനത്തിൻ്റെ പ്രത്യേക ഉദ്ദേശം. പൗലോസ് തൻ്റെ അപ്പോസ്തലാധികാരവും അവകാശങ്ങളും ആദ്യ ഭാഗത്ത് വ്യക്തമാക്കുന്നു. 2 കൊറിന്തോസ് 1:12, 7, 16. തുടർന്ന് ക്രൈസ്തവർ ഔദാര്യശീലമുള്ളവരായിരിക്കണമെന്നും ജെറുസലേമിലെ ക്ഷാമം പരിഗണിച്ച് അവിടുത്തെ വിശ്വാസികൾക്ക് വേണ്ടി ഒരു ധനശേഖരണം നടത്തണമെന്നും ഉദ്ബോധിപ്പിക്കുന്നു. 2 കൊറിന്തോസ് 8:9. അപ്പോസ്തലനെ വ്യക്തിപരമായി വിമർശിച്ചവർക്കുള്ള മറുപടിയാണ് അവസാന ഭാഗം. 2 കൊറിന്തോസ് 10:1, 13, 10.